പാലക്കാട് ആരംഭിക്കുന്ന ഈ മദ്യനിർമ്മാണ യൂണിറ്റിനെ കുറിച്ച് ഞങ്ങൾ ഗുരുതരമായ രണ്ട് ആക്ഷേപം ഞാൻ ഇന്നലെ ഉന്നയിച്ചു, ഉത്തരവാദിത്തത്തോടുകൂടി. അതിന് തലേദിവസം ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രി കമ്പനിയെ പ്രകീർത്തിക്കുകയായിരുന്നു. കമ്പനി ഭയങ്കര സംഭവമാണ് എന്നാണ് പറഞ്ഞത്. ആ കമ്പനിയെ പറ്റി രണ്ട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. ഒന്ന്. രണ്ട്, ഇവർ പഞ്ചാബിൽ ആരംഭിച്ച ഒരു മദ്യനിർമ്മാണ യൂണിറ്റ്, ആ പ്ലാന്റിന്റെ 4 കിലോമീറ്ററിലധികം ഭാഗത്തെ മുഴുവൻ ഭൂഗർഭജലവും ഇവർ മലിനമാക്കി. ഇവരുടെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് മുഴുവൻ ഇവർ ബോർവെല്ലിൽ കൂടി ഭൂഗർഭജലത്തിലേക്ക് അടിച്ചുവിടുമായിരുന്നു. എന്നിട്ട് അവിടെ ഭയങ്കരമായ സമരം നടന്ന് ഇത് പൂട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കമ്പനി. അപ്പം ഞങ്ങൾ ഉന്നയിച്ച അഴിമതി, ജലമലിനീകരണം, ഈ രണ്ട് കാര്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടുള്ള കാര്യമാണ്. ഒരക്ഷരം മന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടല്ലേ ഞാൻ അദ്ദേഹത്തോട് രണ്ട് ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണത്തിന് മറുപടി പറയാതെ കോൺഗ്രസിൽ ഞാനും രമേശ് ചെന്നിത്തലയും തമ്മിൽ തർക്കമെന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു തർക്കമില്ല. ഞങ്ങൾ ഈ കാര്യങ്ങളും അന്ന് അദ്ദേഹം ബ്രൂവറിക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് എടുത്തു. അതിന്റെ കൂടെ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും അതിശക്തമായ നിലപാട് തിരിച്ചു വന്നപ്പെടുത്തു. അദ്ദേഹവുമായിട്ട് കൂടിയാലോചിച്ചിട്ടാണ് ഞങ്ങളെല്ലാം. ഇനി മന്ത്രി രാജേഷിന് വിഷമമുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് പത്രസമ്മേളനം നടത്താം, ഞാനും രമേശ് ചെന്നിത്തലയും കൂടി. ഇതൊക്കെ വിഷയദാരിദ്ര്യം. ഇദ്ദേഹം ചെറിയ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാതാവുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കാന്ന് പറയും. അതാണ് വിഷയദാരിദ്ര്യം. രമേശ് ചെന്നിത്തല കോൺഗ്രസിലെ തർക്കം, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കി. ചോദിച്ചതിന് മറുപടി വേണം. ഞാൻ ചോദിച്ചാൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചല്ലോ, എന്ത് കിട്ടി? എന്നിട്ടിപ്പോ പുതിയ കാര്യം പറയാം. നിങ്ങൾ മദ്യനയത്തിന്റെ പോയിന്റ് 24 നോക്കൂ. പോയിന്റ് 24 എന്താ എഴുതി വെച്ചേക്കണം? മദ്യനയത്തിന്റെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ഉള്ള അനുമതി കൊടുക്കും. ഓക്കെ, ഇവിടെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ഉണ്ടാക്കാനുള്ള അനുമതി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എത്തനോൾ പ്ലാന്റ്, മൾട്ടി ഫീൽഡ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, IMFL ബോട്ട്ലിംഗ് യൂണിറ്റ്, ബ്രൂവറി പ്ലാന്റ്, ബ്രൂവറി, അതുപോലെ വൈൻ പ്ലാന്റ്, ബ്രാൻഡി പ്ലാന്റ്, സ്പിരിറ്റ് പ്ലാന്റ്, ഇതൊക്കെ കൊടുത്തിരിക്കുകയാണ് ഇതിന്റെ മറവിൽ. അപ്പൊ പോയിന്റ് 24 ഞങ്ങൾ കണ്ടു. പോയിന്റ് 24 പറഞ്ഞിരിക്കുന്ന അല്ല കൊടുത്തിരിക്കുന്നത്. പച്ചക്കള്ളമാണ് മന്ത്രി പറയുന്നത്. പോയിന്റ് 24 ഇപ്പൊ കൊടുത്തിരിക്കുന്നത് നമ്മൾ. അടുത്ത പോയിന്റ്, എന്തിനാ ടെൻഡർ കൊടുത്താൽ പോരെയെന്ന്. ശരി, എല്ലാവർക്കും അനുമതി കൊടുക്കുമെങ്കിൽ ഓക്കെ. പക്ഷെ ഇങ്ങനെ മദ്യനയം മാറ്റി, ഇങ്ങനെ മദ്യനിർമ്മാണശാലകൾക്ക് അനുമതി കൊടുക്കുന്ന കാര്യം